നിലവിൽ 2.1 ഉള്ളവർക്ക് സെൻറ്റർ ചാനലും സറൗണ്ട് ചാനലിനും വേണ്ടിയിട്ടാണ് ഈ ആംപ്ലിഫയർ നിർമ്മിച്ചിട്ടുള്ളത്. TDA 7292 40 വാട്ടിൻ്റെ 4 ചാനലാണ് ഇത് വരുന്നത്. സറൗണ്ട് 2 എണ്ണം, സെൻറ്റർ 2 എണ്ണം. നമുക്കിവിടെ ലെഫ്റ്റ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സറൗണ്ട് 2 ചാനൽ കിട്ടും, സെൻറ്ററും 2 ചാനൽ കിട്ടും. ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോലോജിക്ക് ബോർഡ് വാങ്ങിക്കുകയാണെങ്കിൽ സറൗണ്ട് ഒരു ചാനലേ കാണുള്ളൂ. അതിനെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും 2 ആക്കി വെച്ചിരിക്കുന്നത്. ഇതങ്ങനെയല്ല, ലെഫ്റ്റും റൈറ്റും നമുക്ക് സറൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ സെൻറ്ററും 2 വേരിയേഷനിലുള്ള 2 സെൻറ്ററും നമുക്കിവിടെ ഉണ്ട്. ഇതിപ്പം നമ്മുടെ കൊല്ലത്തുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ആംപ്ലിഫയറാണിത്. 12 വോൾട്ട് 40 വാട്ടിൻ്റെ 4 ചാനലുമാണ്. അപ്പോൾ ഇതാണ് ആ പ്രോലോജിക്ക് ബോർഡ്. ഇത് ഞാനൊരു ഗെയിൻ സർക്യൂട്ട് ബോർഡിലാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സറൗണ്ട് നമുക്കിവിടെ ഔട്ട് കിട്ടും. ഇൻപുട്ടിൽ ലെഫ്റ്റും റൈറ്റും ചാനൽ കണക്ട് ചെയ്യണം. സറൗണ്ട് ഇവിടെ ഔട്ടും, സെൻറ്റർ ഇവിടെയാണ് ഔട്ട് കിട്ടുന്നത്. ഇത് TL82 ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഒരു ബോർഡാണിത്. സ്റ്റീരിയോ ഗെയിൻ സർക്യൂട്ട് ബോർഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ പ്രോലോജിക്ക്, അതായത് ഇതിന് നമുക്ക് ഒരു സറൗണ്ടും ഒരു സെൻറ്റർ ഔട്ടും കിട്ടും. അടുത്ത ചാനലിൽ അടുത്തൊരു സറൗണ്ടും അടുത്തൊരു സെൻറ്ററും കിട്ടും. അതാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വേരിയേഷനൊക്കെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഈ പ്രീസെറ്റിൽ ഇതിൻ്റെ എക്കോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മിക്സിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ബോർഡാണിത്. ഓക്കെ.